ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ക്രസ്കൽസ് അൽഗോരിതമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് വിത്ത് ഇറ്റ്സ് കോഡ് ഇൻ സി ലാംഗ്വേജ്. ഓൾറെഡി പ്രിൻസിൻ്റെത് പിന്നെ BFS, DFS, ലിങ്ക്ഡ് ലിസ്റ്റ് ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ കോളേജസിലും ലാബ് എക്സാം ഒക്കെ സ്റ്റാർട്ടായി. 2 ബാച്ചിനൊക്കെ എക്സാം തീർന്ന് കാണും ADS. ബട്ട് ഇനിയും മേ ബി ചില കോളേജസിൽ വേറെ ബാച്ചസ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോസ് യൂസ് ചെയ്യാം. ക്രസ്കൽസ് അൽഗോരിതം ഇതും MST കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ. അപ്പോൾ നമ്മൾ പ്രിൻസും സിയും MST കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്തത്. ഇത് രണ്ടും ഡിഫറെൻറ്റ് അൽഗോരിതംസാണ്. എല്ലാ എഡ്ജസിനെയും സോർട്ട് ചെയ്തിട്ട് ഇൻക്രീസിങ് ഓർഡറിൽ എടുത്ത് എഴുതും. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഞാൻ ഈ ഒരു ഗ്രാഫാണ് എടുത്തേക്കുന്നത്. ABCDE and F ഇതെല്ലാത്തിനും വെയിറ്റ് ഉണ്ട്. ഇതിൽ നമ്മൾ വെയ്റ്റഡ് ഗ്രാഫ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗ്രാഫ് ഉണ്ടെങ്കിൽ ആദ്യം അതിനെ സോർട്ടഡ് ആൻഡ് ഇൻക്രീസിങ് ഓർഡറിൽ എഴുതണം. അപ്പോൾ ആദ്യം ഇതിൽ ലോവസ്റ്റ് ആയിട്ടുള്ളത് BD ഉണ്ട്. അപ്പോൾ BD എഴുതാം. BD2 ആണ്. അടുത്ത് DE 2 ആണ്, എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്തുള്ളത് 3 ആണ്. BD2 DE 2 ആണ്. പിന്നെ CD അതിന് 3 ഉണ്ട്. ദെൻ AC ഉണ്ട്. Aക്കും Cക്കും 3 ആണ്. ദെൻ അത് കഴിഞ്ഞിട്ടുള്ളത് BE 4, അത് കഴിഞ്ഞിട്ട് AB 5, ദെൻ 6 BC 6, AF 7 ആൻഡ് FC 8. ഇങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മളെടുത്ത് എഴുതണം. എന്നിട്ട് ഇതിനെ നമ്മളെടുത്ത് വരച്ചാൽ മതി. വരയ്ക്കുമ്പോൾ അത് സൈക്കിൾ ഫോം ചെയ്യാൻ പാടില്ല. അപ്പോൾ ആദ്യം BD എടുക്കാം. BDയുടെ വെയിറ്റ് 2 ആണ്, അതാണ് മിനിമം ഇപ്പോൾ. അപ്പോൾ BD വരയ്ക്കാം. BD ഇങ്ങനെയാണുള്ളത്. അപ്പോൾ BD ഇത് വരച്ചു നമ്മൾ. ദെൻ അത് കഴിഞ്ഞിട്ട് അടുത്തത് എടുക്കണം. നമ്മൾ ഏത് ഓർഡറിലാണോ എഴുതിയിട്ടുള്ളത് ആ ഒരു ഓർഡറിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ദെൻ DE എടുക്കാം. DE ഇങ്ങനെയാണുള്ളത്. അപ്പോൾ DE ഇതും വരച്ചു. നെക്സ്റ്റ് വൺ CD ആണ്. CDക്ക് 3, DE 2, BD 2. ദെൻ നെക്സ്റ്റ് ഉള്ളത് AC ആണ്. AC ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് സൈക്കിൾ ഫോം ആവുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അടുത്തത് BE ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്കിവിടെ ഒരു സൈക്കിൾ ഫോം ആവും. BE സപ്പോസ് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ സൈക്കിൾ ഫോം ആവും. സൈക്കിൾ ഫോം ആവാൻ പാടില്ല MSTയിൽ. സോ നമ്മൾ ആ ഒരു ഇത് കൺസിഡർ ചെയ്യത്തില്ല. BE കൺസിഡർ ചെയ്യൂല. ദെൻ AB ഉണ്ട്. AB ഇത് വരച്ചാൽ നമുക്ക് സൈക്കിൾ ഫോം ആവും. സോ അത് നമ്മൾ വരയ്ക്കത്തില്ല, കൺസിഡർ ചെയ്യത്തില്ല. ദെൻ B and C ഇത് വരയ്ക്കുമ്പോഴും നമുക്ക് സൈക്കിൾ ഫോം ആവും. സോ അത് എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ AF ആണുള്ളത്. AF ഇത് സൈക്കിൾ ഫോം ആവത്തില്ല, അതുകൊണ്ട് നമ്മൾ വരയ്ക്കുന്നു. ദെൻ FC വരച്ചാൽ സൈക്കിൾ ഫോം ആവും, അതുകൊണ്ട് വരയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ഫൈനൽ മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ. ഇത് നമ്മൾ ചുമ്മാ വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഇൻക്രീസിങ് ഓർഡറിൽ എഴുതിയിട്ട് അത് ആ ഒരു ഓർഡറിൽ തന്നെ വരച്ചാൽ മതി. സൈക്കിൾ ഫോം ചെയ്യാതിരിക്കണം, ഇങ്ങനെ നമുക്ക് അറിയാം. പക്ഷേ നമ്മൾ കമ്പ്യൂട്ടറിൽ കൊടുക്കുമ്പോൾ സിസ്റ്റത്തിന് അറിയത്തില്ല സൈക്കിൾ ഫോം ചെയ്യുന്നോ അല്ലെങ്കിൽ ഫോം ചെയ്യുന്നില്ലയോ എന്ന് അതിനെ അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇതിൽ ഡിഫറെൻറ്റ് വേയ്സ് ഉണ്ട്. ക്രസ്കൽസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് വേയ്സ് ഉണ്ട്. അതിൽ ഒരു വേ ആണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്രാഫാണ്. നമ്മൾ ലാസ്റ്റിൽ കണ്ട സെയിം ഗ്രാഫാണ് എടുത്തിട്ടുള്ളത്. സപ്പോസ് ഇപ്പോൾ നമ്മൾ ഇത് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഇതിലുള്ള എല്ലാ വേർട്ടീസസിനെയും ഓരോ സെറ്റായിട്ട് മാറ്റണം. ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ അകത്ത് വേറെ എല്ലാ സെറ്റ്സ് വേണം. ഇതിലുള്ള ഓരോ വേർട്ടീസസിനെ നമ്മൾ ഓരോ സെറ്റായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതിലിപ്പോൾ 1 2 3 4 5 6 6 വേർട്ടീസസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മളൊരു സെറ്റ് എടുക്കണം. അതിൻ്റെ അകത്ത് 6 സെറ്റ്സ് വരണം. ഒരു സെറ്റ് A ആണ്. എല്ലാ സെറ്റിലും ഓരോ എലമെൻറ്റ്സ് മാത്രമേ കാണാൻ പാടുള്ളൂ. ആദ്യം നമ്മൾ ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ദെൻ B ഒരു സെറ്റായിട്ട് എടുക്കാം, C ഒരു സെറ്റായിട്ട് എടുക്കാം, D ഒരു സെറ്റായിട്ട് എടുക്കാം, E ഒരു സെറ്റായിട്ട് എടുക്കാം, ആൻഡ് ഓൾസോ F ഒരു സെറ്റായിട്ട് എടുക്കാം. ഇത് സെറ്റ് ഓഫ് സെറ്റ്സ് ആണ്. ഇങ്ങനെ എടുത്തു. ആദ്യം ചെയ്യേണ്ടത് ഇതിൽ മിനിമം ഉള്ള എഡ്ജ് ഏതാണോ അതെടുത്ത് വരയ്ക്കണം. നമ്മൾ ഓൾറെഡി സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. സോർട്ടിംഗ് ഓർഡർ ഇപ്പോൾ എടുത്ത് വരയ്ക്കാം. സോർട്ടിംഗ് ഓർഡർ ഞാൻ ആദ്യം തന്നെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സെറ്റുണ്ട്. ആ സെറ്റിൽ ഇതിലുള്ള എല്ലാ നോട്ട്സും എല്ലാ വേർട്ടീസസും ഓരോ സെപ്പറേറ്റ് സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ആദ്യമുള്ള ഏറ്റവും ലോവസ്റ്റ് വെയിറ്റ് ഉള്ള എഡ്ജ് ഏതാണോ അത് കൺസിഡർ ചെയ്യാം. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓർഡറിൽ നെയിമിംഗ് ഓർഡറിൽ തന്നെ എടുത്ത് പോവാം. അപ്പോൾ ഞാൻ ഇതിൽ കൺസിഡർ ചെയ്യുന്നത് ആദ്യം BD ആണ്. BD
അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ നമ്മൾ ഇതാണ് ഫസ്റ്റായിട്ട് എടുക്കുന്നത്. അപ്പോൾ ബിയും സിംഗിൾ സെറ്റാണ്, ഡിയും സിംഗിൾ സെറ്റാണ്, വേറെ വേറെ സെറ്റാണ്, രണ്ടും ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണ്. അപ്പോൾ അതിനെ ഞാൻ അടുത്ത് കമ്പൈൻ ചെയ്യുന്നു. രണ്ടും വേറെ വേറെ ആണെങ്കിൽ, വേറെ വേറെ സെറ്റ്സ് ആണെങ്കിൽ നമുക്കതിനെ കമ്പൈൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇത് എടുക്കുമ്പോൾ എനിക്ക് ബി ആൻഡ് ഡി ഇത് രണ്ടും ഒരു സെറ്റായിട്ട് വരും. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. എ ബി ഡി ഒരു സെറ്റായി, ദെൻ സി ഉണ്ട്, ദെൻ ഇ, അത് കഴിഞ്ഞിട്ട് എഫ്, ഇങ്ങനെ ഒരു സെറ്റ് ഇപ്പോൾ ഫോമായി. അപ്പോൾ ബി ഡി കഴിഞ്ഞു. ഇനി ഡി ഇ ആണ് എടുക്കേണ്ടത്. ഡി ആൻഡ് ഇ, ഡി ആൻഡ് ഇ, ഇതിൽ ഡി ഇവിടെ ഉണ്ട്, ഇ ഇതാണ്. ഇത് രണ്ടും കോമൺ അല്ല, രണ്ടും ഡിഫറെൻറ്റ് സെറ്റ്സ് ആണ്. സോ നമ്മൾ ഇത് രണ്ടിനെയും കമ്പൈൻ ചെയ്യാം. അപ്പോൾ എ ഉണ്ട് ഫസ്റ്റായിട്ട്, ദെൻ എ കഴിഞ്ഞിട്ട് ബി, ഡി കഴിഞ്ഞിട്ട് ഈ വേറെ സെറ്റിലുള്ളതാണ്. അപ്പം നമ്മൾ കമ്പൈൻ ചെയ്ത് യൂണിയൻ യൂസ് ചെയ്തിട്ട് ഈ സെറ്റിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തു. ദെൻ സി ആൻഡ് എഫ് ഇങ്ങനെ വന്നു. അപ്പോൾ സെക്കൻഡ് എഡ്ജ് നമ്മൾ വരച്ചു. അടുത്ത എഡ്ജാണ് സി ആൻഡ് ഡി. ഇതിൽ ഡി ഉള്ളത് ഈ ഒരു സെറ്റാണ് ആൻഡ് സി ഉള്ളത് ഈ ഒരു സെറ്റാണ്. രണ്ടിനെയും നമ്മൾ ഫൈൻഡ് യൂസ് ചെയ്തിട്ട് നോക്കണം, രണ്ടും ഡിസ്റ്റോയിൻറ്റ് സെറ്റ്സ് ആണോ അല്ലെങ്കിൽ സെയിം സെറ്റാണോ എന്ന്. സെയിം സെറ്റ് ആണെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പാടില്ല. ഡിഫറെൻറ്റ് സെറ്റ്സ് ആണെങ്കിൽ അതിനെ യൂണിയൻ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് സെറ്റ്സ് ആണ്, സോ യൂണിയൻ പെർഫോം ചെയ്യുന്നു അവിടെ. അപ്പോൾ എ ബി ഡി ഇ സി ഇതെല്ലാം ഇപ്പോൾ ഒറ്റ സെറ്റായി. ദെൻ എഫ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സി ഡിയും വരച്ചു. ഇനിയുള്ളത് എ ആൻഡ് സി ഇത് രണ്ടും ഉള്ളത് വേറെ വേറെ സെറ്റാണ്. അപ്പോൾ അതിനെയും കമ്പൈൻ ചെയ്യാം. എ ബി ഡി ഇ സി ആൻഡ് എഫ് കമ്പൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബി ആൻഡ് ഇ ഉണ്ട്. ബി ആൻഡ് ഇ നോക്കുമ്പോൾ ബി ഉള്ളതും സെയിം സെറ്റാണ്, ഇ ഉള്ളതും സെയിം സെറ്റാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും പാരൻ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരൊറ്റ പാരൻ്റ് കാണത്തുള്ളൂ രണ്ടിനും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഡിസ്റ്റോയിൻറ്റ് സെറ്റിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്റ്റോയിൻറ്റ് സെറ്റ് യൂസ് ചെയ്യുമ്പോൾ രണ്ടും വേറെ വേറെ സെറ്റാണോ എന്ന് ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ നമ്മൾ അതിനെ യൂണിയൻ ചെയ്യും, ഫോൾസ് ആണെങ്കിൽ യൂണിയൻ ഒന്നും ചെയ്യത്തില്ല, ആൻഡ് ആ ഒരു എഡ്ജ് നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മളിതിൽ യൂണിയൻ ചെയ്യുന്ന എഡ്ജസിൻ്റെ കോസ്റ്റ് മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ, ആൻഡ് ആ എഡ്ജസ് മാത്രമേ നമ്മൾ പ്രിൻ്റ് ചെയ്തും വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ബി ആൻഡ് ഇ എടുക്കുമ്പോൾ ബി ആൻഡ് ഇ രണ്ടും ഒരേ സെറ്റിലാണുള്ളത്. സോ അതിനെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ലെറ്റ്സ് സ്കിപ്പ് ദിസ്. ദെൻ അടുത്തുള്ളത് എ ബി ആണ്. എ ബി എഗെയിൻ എ ആൻഡ് ബി ഒറ്റ സെറ്റിലാണുള്ളത്. സോ ഒന്ന് കൺസിഡർ ചെയ്യേണ്ട, അതിൻ്റെ കോസ്റ്റും ആഡ് ചെയ്യേണ്ട. ദെൻ ബി സി നമ്മളിപ്പോൾ ഇത് കൺസിഡർ ചെയ്യേണ്ടെന്ന് പറയുന്നത്, അത് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് സൈക്കിൾ ഫോം ആവും. ഞാൻ വേണമെങ്കിൽ വരച്ച് കാണിക്കാം. നമ്മൾ ആദ്യം ബി ഡി എടുത്തു, ബി ഡി വരച്ചു, അതിൻ്റെ ഇത് കൊടുത്തു. ദെൻ അടുത്തടുത്തത് ഡി ആൻഡ് ഇ ആണ്. ഡി ഇ 2. നെക്സ്റ്റ് കൺസിഡർ ചെയ്തത് സി ആൻഡ് ഡി, സി ഡി 3. അത് കഴിഞ്ഞിട്ട് എ ആൻഡ് സി ആണ്. എ സി അതിനും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബി ഇ എടുക്കുവാണ്. ബി ഇ നമ്മൾ വരച്ചാൽ സൈക്കിൾ ഫോം ആവും. ഓക്കെ, ബി ഇ വരയ്ക്കുമ്പോൾ സൈക്കിൾ ഫോം ആവും. അതാണ് നമ്മൾ സെറ്റ് ഡിസ്റ്റോയിൻറ്റ് സെറ്റ് വെച്ച് നോക്കുമ്പോൾ രണ്ടും ഒരേ സെറ്റാണെങ്കിൽ നമുക്ക് അത് വരയ്ക്കാൻ പാടില്ല. വരച്ചാൽ ഇത് സൈക്കിൾ ഫോം ആവും. വേറെ വേറെ സെറ്റാണെങ്കിൽ സൈക്കിൾ ഫോം ചെയ്യത്തില്ല, ഒരേ സെറ്റാണെങ്കിൽ സൈക്കിൾ ഫോം ചെയ്യും. അപ്പോൾ സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു എഡ്ജ് കൺസിഡർ ചെയ്യുന്ന കോസ്റ്റിലും അത് ആഡ് ആക്കണ്ട. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ബി കൺസിഡർ ചെയ്തില്ല, എ ബി കൺസിഡർ ചെയ്തില്ല. അടുത്ത് ബി സി ആണ്. ബി സി എഗെയിൻ രണ്ടും ഉണ്ട്. ബി സി നമ്മൾ കണക്ട് ചെയ്താൽ ഒരു സൈക്കിൾ ഫോം ആവും, അതുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്യത്തില്ല, ക്യാൻസൽ. അടുത്ത് എഫ് എ ഉണ്ട്. എഫും എയും വേറെ വേറെ സെറ്റിലാണുള്ളത്. അപ്പോൾ നമുക്കിത് കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് വരയ്ക്കാം. എഫ് എ അതിൻ്റെ സൈസ് 7 കൊടുത്തു. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ സെറ്റിൽ എല്ലാ വേർട്ടസസും വന്നു. ഒറ്റ സെറ്റാണുള്ളത്, ഒറ്റ സെറ്റിൽ എല്ലാ വേർട്ടസസും ഇൻക്ലൂഡായി. ഞാൻ അടുത്തുള്ളത് എഫ് സി ഒരേ സെറ്റാണ്, സോ നമുക്ക് വരയ്ക്കാൻ പാടില്ല. അപ്പോൾ നമ്മളുടെ സെറ്റിൽ എപ്പോഴാണോ ഉള്ള എല്ലാ വേർട്ടസസും ഒറ്റ സെറ്റായിട്ട് വരുന്നത്, അപ്പോൾ നമുക്ക് മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ കിട്ടി എന്നാണ് മീനിങ്. ഇതാണ് നമ്മളുടെ മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ. അപ്പോൾ ഇതാണ് അതിൻ്റെ റിസൾട്ട്. ഇതിലുള്ള എഡ്ജസിൻ്റെ വെയിറ്റ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മിനിമം കോസ്റ്റ് കിട്ടും. ഇത്രേ ഉള്ളൂ ക്രസ്കൽസ് അൽഗോരിതം. ഇനി ഇതിനെ കോഡ് വെച്ചിട്ട് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറയാം. ഇതിൽ നമ്മൾ പാരൻറ്റ് എന്നൊരു അറേയും കൂടി എടുക്കുന്നുണ്ട്. പാരൻറ്റ് അറേ നമ്മൾ ലൈക്ക് എലമെൻറ്റ്സിൻ്റെ പാരൻറ്റ് അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എലമെൻറ്റ്സിനെ നമ്മൾ ഇൻഡെക്സ് ആയിട്ട് കൺസിഡർ ചെയ്യും, ആൻഡ് ഓൾസോ അതിൻ്റെ പാരൻസിൻ്റെ വാല്യൂ ആയിരിക്കും ഓരോ ഇൻഡെക്സിലും സ്റ്റോർ ആവുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള ഹെഡർ ഫയൽസൊക്കെ ഡിക്ലെയർ ചെയ്യാം. #include stdio.h, #include stdlib.h.
ഇനി ഒരു മാക്സിമം വാല്യൂ ഞാൻ ഒന്ന് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഹാഷ് ഡിഫൈൻ യൂസ് ചെയ്ത്. ഹാഷ് ഡിഫൈൻ മാക്സ് 10. ഞാൻ ഒരു അറേയും കൂടി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇൻറ്റ് പാരൻറ്റ് ഓഫ് 10. ആ പാരൻ്റ് ആ ഒരു അറേക്ക് സൈസ് 10 ആണ്. അത് ഇൻറ്റീജർ അറേ ആണ്. ഇനി മെയിൻ ഫംഗ്ഷൻ നോക്കാം. മെയിൻ ഫംഗ്ഷൻ നോക്കിയിട്ട് സബ് ഫംഗ്ഷൻസ് നോക്കാം. മെയിൻ ഫംഗ്ഷനിൽ ആദ്യം നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്യണം. ഞാൻ വേർട്ടെക്സ് കൗണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റ് റോ ആൻഡ് കോളം കൊടുത്തിട്ടുണ്ട്. ഈ റോ ആൻഡ് കോളം നമ്മൾ നോർമലി ഫോർ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ ഫോർ i = 0, i ലെസ് ദാൻ n അങ്ങനെ കൊടുക്കത്തില്ലേ, ആ i ആൻഡ് j അതിന് പകരമാണ് ഞാൻ ഇതിൽ റോ ആൻഡ് കോളം എന്ന് യൂസ് ചെയ്യുന്നത്. പിന്നെ അഡ്ജസൻസി മെട്രിക്സ് ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അറേ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേര് കോസ്റ്റ് മെട്രിക്സ് എന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ എഡ്ജ് കൗണ്ട് 0 ആക്കി നോർമൽ കൗണ്ട് 0 എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സം കോസ്റ്റ് 0 കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കോസ്റ്റ് ഓരോ ടൈം നമ്മൾ മിനിമം വെജ് കണ്ടുപിടിച്ച് ആഡ് ചെയ്യുമ്പോഴും അതിൻ്റെ വെയിറ്റ് ഒന്ന് ആഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മിനിമം കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റോ നമ്പർ, കോളം നമ്പർ, h1 h2 ഇങ്ങനെ കുറേ വേരിയബിൾസൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും മനസ്സിലാക്കാൻ. ആദ്യം തന്നെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടെക്സ് ഇൻപുട്ട് എടുക്കാം. പ്രിൻ്റ് ഓഫ് എൻ്റർ ദ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടെക്സ്, സ്കാൻ ഓഫ് %d, ആംപ്രസൻറ്റ് വേർട്ടെക്സ് കൗണ്ട്. ഞാൻ എടുക്കുന്ന യൂസർ എൻ്റർ ചെയ്യുന്ന ആ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടെക്സ് കൗണ്ടിലാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ ഇനി ഫോർ ലൂപ്പ് അത് നമുക്ക് മെട്രിക്സ് ഒക്കെ ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ റോ = 1, റോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വേർട്ടെക്സ് കൗണ്ട് റോ ++. ഇത് നിങ്ങൾക്ക് ഇങ്ങനെയും കൊടുക്കാം, അല്ലെങ്കിൽ ഫോർ i = 1, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു വെർട്ടെക്സ് കൗണ്ട് i++. ദെൻ ഫോർ j = 0, j ലെസ് ദാൻ ഓർ ഈക്വൽ ടു വെർട്ടെക്സ് കൗണ്ട് j++ എന്ന് കൊടുക്കാം. i ആൻഡ് jക്ക് പകരമാണ് ഞാൻ കോളം ആൻഡ് റോ എന്ന് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഫോർ ലൂപ്പ് കൊടുത്തിട്ട് സ്കാൻ ഓഫ് %d, ആംപ്രസൻറ്റ് കോസ്റ്റ് മെട്രിക്സ് ഓഫ് റോ ആൻഡ് കോളം, അഡ്ജസൻസി മെട്രിക്സ് ഇൻപുട്ട് എടുക്കുക. ആൻഡ് ഇൻപുട്ട് എടുക്കുമ്പോൾ യൂസർ എൻ്റർ ചെയ്യുന്ന വാല്യൂ 0 ആണെങ്കിൽ അതിനെ ഞാൻ 999 ആയിട്ട് മാറ്റുന്നു. ഇത് വെയ്റ്റഡ് ഗ്രാഫാണ്. വെയ്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ അഡ്ജസൻസി മെട്രിക്സിൽ ഓരോ എഡ്ജസിൻ്റെ വെയിറ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ വെയിറ്റ് 0 എന്ന് കൊടുക്കുമ്പോൾ അതിൽ കണക്ഷൻ ഒന്നും ഇല്ല എന്നാണ് മീനിങ്. ബട്ട് നമ്മളിതിൽ മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ കണ്ടുപിടിക്കുന്നത് കൊണ്ട് നമ്മൾ 0 കൊടുത്താൽ നമ്മൾ കണ്ടുപിടിക്കുന്ന മിനിമം വാല്യൂ എപ്പോഴും 0 കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ യൂസർ എൻ്റർ ചെയ്യുന്ന വാല്യൂ 0 ആണെങ്കിൽ അതിനെ നമ്മൾ 999 ആയിട്ട് മാറ്റുന്നത്. Scan of %d, ampersand cost matrix of row column. If cost matrix of row column equal to 0, cost matrix of row column equal to 999. 999 തന്നെ കൊടുക്കണമെന്നില്ല, എന്തെങ്കിലും ഒരു ലാർജസ്റ്റ് വാല്യൂ കൊടുത്താൽ മതി. അപ്പോൾ അത് 0 ആണെങ്കിൽ നമ്മൾ 999 ആയിട്ട് മാറ്റുന്നു. ഈ ഒരു ഫോർ ലൂപ്പിൽ നമ്മൾ അഡ്ജസൻസി മെട്രിക്സ് ഇൻപുട്ട് എടുക്കുന്നു. ദെൻ 0 ആണെങ്കിൽ അതിനെ 999 മാറ്റുന്നു. അത്രേ നടക്കുന്നുള്ളൂ. പിന്നെ എഡ്ജ് കൗണ്ട് നമുക്ക് മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ കണ്ടുപിടിക്കുമ്പോൾ ഇപ്പോൾ അഞ്ച് വേർട്ടെക്സ് ഉണ്ടെങ്കിൽ 5 - 1 എഡ്ജസേ പാടുള്ളൂ. ഇപ്പോൾ n നമ്പർ ഓഫ് വേർട്ടെക്സ് ഉണ്ടെങ്കിൽ n - 1 എഡ്ജസേ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എഡ്ജ് കൗണ്ട് = വേർട്ടെക്സ് കൗണ്ട് -1 എന്ന് സെറ്റ് ചെയ്തേക്കുന്നത്. ദെൻ കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഡ്ജ് കൗണ്ട് ആവുന്നത് വരെ കൗണ്ടിൻ്റെ വാല്യൂ ആദ്യം തന്നെ 1 ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 to എഡ്ജ് കൗണ്ട് എത്രയാണോ അതുവരെ എനിക്ക് ഈ ഒരു വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ആവണം. അതാണ് വൈൽ കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഡ്ജ് കൗണ്ട് എന്ന് കൊടുത്തേക്കുന്നത്. ദെൻ ഇവിടെ മിനിമം കോസ്റ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ 999 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ 2 ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഫോർ റോ = 0, റോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വെർട്ടെക്സ് കൗണ്ട് റോ ++. ഫോർ കോളം = 1, കോളം ലെസ് ദാൻ ഓർ ഈക്വൽ ടു വെർട്ടെക്സ് കൗണ്ട് കോളം ++. ഇനി നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മൾ ഈ ഫോർ ലൂപ്പ് കൊടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഇപ്പോൾ അഡ്ജസൻസി മെട്രിക്സിൽ 10 അല്ലല്ലോ 2 3 0 1 1 0 3 8 4 3 2 1 9 0 8 7 ഇതാണ് നമ്മളുടെ അഡ്ജസൻസി മെട്രിക്സ് എന്ന് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇൻപുട്ട് എടുക്കുമ്പോൾ തന്നെ ഈ സീറോസ് എല്ലാം നമ്മൾ 999 ആയിട്ട് മാറ്റും. അതാണ് ഫസ്റ്റ് ഫോർ ലൂപ്പിൽ സംഭവിച്ചത്. 0 എല്ലാം 999 ആയിട്ട് മാറ്റും. ദെൻ ഇതിൽ അടുത്ത ഫോർ ലൂപ്പ് ഈ വൈൽ ലൂപ്പിൻ്റെ അകത്ത് വേറൊരു ഫോർ ലൂപ്പ് ഉണ്ടല്ലോ, ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു സെക്ഷൻ, അതിൽ വരുമ്പോൾ ഓരോ എലമെൻറ്റും കമ്പയർ ചെയ്യും. ആദ്യം തന്നെ നമ്മൾ മിനിമം കോസ്റ്റ് 99 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഓരോ എലമെൻറ്റും കമ്പയർ ചെയ്യും. ഫസ്റ്റ് ഇത് കമ്പയർ ചെയ്യും, ദെൻ ഇത് പിന്നെ അങ്ങനെ ഓരോ എല്ലാ വാല്യൂസും കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ
നമ്മൾ കമ്പയർ ചെയ്യുന്ന ആ ഒരു വാല്യൂ മിനിമത്തിനേക്കാളും ലെസ്സർ ആണെങ്കിൽ, ഇപ്പോൾ മിനിമം കോസ്റ്റ് 999 ആണ്, അപ്പോൾ അതിനേക്കാളും ലെസ്സർ ആണെങ്കിൽ മിനിമം കോസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുന്ന ആ ഒരു എലമെൻറ്റിനെ മാറ്റുന്നു നമ്മൾ. പിന്നെ എഡ്ജ് 1ലും റോ 1ൻ്റെ വാല്യൂ ആയിട്ട് റോനെ കൊടുക്കുന്നു, എഡ്ജ് 2ൻ്റെ കോളം നമ്പറിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കോളമിനെ കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫോർ ലൂപ്പിൽ നടക്കുന്നത്. ആൻഡ് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് വരച്ച് കാണിക്കാം, എന്നാലേ അത് മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ ഇതാണ് എൻ്റെ അഡ്ജസൻസി മെട്രിക്സ്. അപ്പോൾ നമ്മൾ ഓരോ എലമെൻറ്റ്സ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് ചെക്ക് ചെയ്യും, നമ്മൾ ഇൻപുട്ട് കൊടുത്ത എലമെൻറ്റ് 0 ആണോ അല്ലെങ്കിൽ 0 അതർ ദാൻ 0 ആണോ എന്ന്. അപ്പോൾ 0 ആണെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന വാല്യൂസ് എല്ലാം 999 ആയിട്ട് മാറും. 999 ഇപ്പോൾ ഇതിലുള്ള സീറോസ് എല്ലാം ഞാൻ 999 ആയിട്ട് മാറ്റുകയാണ്. 999. ഓക്കെ, ഇപ്പോൾ ഇതിലുള്ള സീറോസ് എല്ലാം 999 ആയിട്ട് മാറ്റി. ഇനിയുള്ള അടുത്ത ഫോർ ലൂപ്പിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഒരു മിനിമം കോസ്റ്റ് 999 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി വൈൽ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ ട്രാവേഴ്സ് ചെയ്യാൻ പോവാണ്, ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ ഇറ്ററേറ്റ് ചെയ്യാൻ പോവാണ്. ഫോർ i = 0, i less than vertex count, i++. ഈ ഐക്ക് പകരം റോ ആണ് കൊടുത്തത്. പിന്നെ ഫോർ j = 0, j less than v, j++. ഈ ജെയ്ക്ക് പകരം ഞാൻ കൊടുത്തത് കോളമാണ്. അപ്പോൾ നിങ്ങൾക്ക് കോളം ഐ ജെ ഇങ്ങനെ വേണമെങ്കിൽ ചേഞ്ച് ആക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഇഫ് കണ്ടീഷനും കൂടി കൊടുക്കുന്നുണ്ട്. ഇഫ് a of ij less than minimum cost. ഓക്കെ, a of ij ലെസ് ദാൻ മിനിമം കോസ്റ്റ് ആണെങ്കിൽ മിനിമം കോസ്റ്റായിട്ട് a of ijയിലുള്ള എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യുന്നു. ദെൻ എഡ്ജിലും റോ നമ്പറിലും നമ്മൾ ഐ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. ദെൻ എഡ്ജ് 2ലും കോളം നമ്പറിലും നമ്മൾ ജെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. ഇത്രയാണ് ഈ ഒരു ഫോർ ലൂപ്പിൽ നടക്കുന്നത്. അപ്പോൾ ആദ്യം ഐ വാല്യൂ 0 ആയിരിക്കും. ഐ വാല്യൂ 0 ആയിരിക്കുമ്പോൾ ജെ വാല്യൂ 0 to 5 വരെ പോകും. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് റോ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം 999 ആണ്. 999 ലെസ് ദാൻ 999 കണ്ടീഷൻ ഫോൾസ്. അപ്പോൾ ലൂപ്പിൻ്റെ അകത്ത് പോകത്തില്ല, ജെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. 5 ലെസ് ദാൻ 999 ഇത് കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ മിനിമം വാല്യൂ ആയിട്ട് ഈ 5നെ സെറ്റ് ചെയ്യും. അപ്പോൾ മിനിമം വാല്യൂ 5 ആക്കി സെറ്റ് ചെയ്യും. എഡ്ജ് 1ലും റോ 1ലും 0 സ്റ്റോർ ആവും. പിന്നെ എഡ്ജ് 2ലും കോളം നമ്പറിലും വാല്യൂ 1 സ്റ്റോർ ആവും. ഓക്കെ, ഇനി അടുത്ത് കമ്പയർ ചെയ്യും. 3 ലെസ് ദാൻ 5 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ അടുത്ത മിനിമം നമുക്ക് മാറും. അടുത്ത മിനിമം നമുക്ക് 3 ആയിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ റോ വാല്യൂ കോളം വാല്യൂ നമുക്ക് എഡ്ജിലും എഡ്ജ് 2ലും സ്റ്റോർ ആയി കിട്ടും. അത് കഴിഞ്ഞ് 99 ലെസ് ദാൻ 3 കണ്ടീഷൻ ഫോൾസ്. പിന്നെ ഇതും കണ്ടീഷൻ ഫോൾസ്. ഇങ്ങനെ ചെക്ക് ചെയ്ത് ഈ ഫോർ ലൂപ്പ് കഴിയുമ്പോൾ ഇതിലുള്ള എല്ലാ എലമെൻറ്റ്സും നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അത് നമുക്ക് മിനിമം കോസ്റ്റിൽ കിട്ടും. ആൻഡ് ഓൾസോ അതിൻ്റെ റോ വാല്യൂ കോളം വാല്യൂ നമുക്ക് എഡ്ജ് 1ലും എഡ്ജ് 2ലും സ്റ്റോറായി കിട്ടും. ഈ ഒരു വർക്കിംഗ് ആണ് ആ ഒരു സെക്കൻഡ് ഫോർ ലൂപ്പിൽ നടക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫോർ ലൂപ്പിൽ അതാണ് നടക്കുന്നത്. ഈ ഒരു ഫോർ ലൂപ്പ് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു അഡ്ജസൻസി മെട്രിക്സിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഉള്ള എഡ്ജ് ഏതാണോ അത് കിട്ടും. അതിൻ്റെ കോളം ആൻഡ് റോ നമ്പർ നമുക്ക് കിട്ടും. ഇനി അത് വെച്ചിട്ടാണ് നമ്മൾ യൂണിയൻ ഫൈൻഡൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം റോ നമ്പറിൻ്റെ പാരൻറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ റോ നമ്പറും എഡ്ജ് 1 എല്ലാം നമ്മൾ റോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റോ വാല്യൂ ഏതാണോ അതായിരിക്കും റോ നമ്പറിലും എഡ്ജ് 1ലും സ്റ്റോർ ആവുന്നത്. പിന്നെ കോളം വാല്യൂ ഏതാണോ അതായിരിക്കും കോളം നമ്പറിലും എഡ്ജ് 2ലും സ്റ്റോർ ആയി കിട്ടുന്നത്. അപ്പോൾ റോ നമ്പർ ഈക്വൽ ടു ഫൈൻഡ് ഓഫ് റോ നമ്പർ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഫൈൻഡ് ഓഫ് റോ നമ്പർ കൊടുക്കുമ്പോൾ ഇവിടെ ഫംഗ്ഷൻ കോളാണ് നടക്കുന്നത്. അപ്പോൾ നേരെ നമ്മൾ ഫൈൻഡ് ആ ഒരു ഫംഗ്ഷനിലോട്ട് പോകും. ആ ഒരു ഫംഗ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ ഐ ആയിട്ടാണ് എടുക്കുന്നത്. വൈൽ പാരൻറ്റ് ഓഫ് ഐ ഈക്വൽ ടു പാരൻറ്റ് ഓഫ് ഐ റിട്ടേൺ ഐ. അപ്പോൾ ആദ്യം ഇതിലെന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഐയുടെ പാരൻറ്റ് ഏതാണോ അതിനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. വൈൽ പാരൻറ്റ് ഓഫ് ഐ ഈക്വൽ ടു പാരൻറ്റ് ഓഫ് ഐ. പാരൻറ്റ് ഓഫ് ഐ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ഐ ഈക്വൽ ടു പാരൻറ്റ് ഓഫ് ഐ ആണ് എടുക്കുന്നത്. പാരൻറ്റ് ഓഫ് ഐ നോട്ട് ഈക്വൽ ടു 0 ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഐ വാല്യൂവിൽ ഐയുടെ പാരൻറ്റ് ആരാണോ അതിനെ സ്റ്റോർ ചെയ്യുന്നു. പിന്നെ എന്നിട്ട് ഐനെ റിട്ടേൺ ചെയ്യുമ്പോൾ ഐ വാല്യൂ ആയിരിക്കും നമുക്ക് ഈ റോ നമ്പറിൽ സ്റ്റോറായി കിട്ടുന്നത്. മീനിങ് നമ്മളിവിടെ പാസ് ചെയ്യുന്ന ഈ റോ നമ്പറിൻ്റെ പാരൻറ്റ് ആരാണോ ആ പാരൻ്റ് ആയിരിക്കും ഈ റോ നമ്പറിൽ നമുക്ക് സ്റ്റോറായി കിട്ടുന്നത്. അതേപോലെ കോളത്തിൻ്റെയും പാരൻറ്റ് കണ്ടുപിടിക്കണം. അതാണ് കോളം നമ്പർ ഈക്വൽ ടു ഫൈൻഡ് ഓഫ്
കോളം നമ്പർ. അപ്പോൾ അങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ പാസ് ചെയ്യുന്ന കോളം നമ്പറിൻ്റെ പാരൻറ്റ് ഏതാണോ ആ വാല്യൂ ഇതിൽ സ്റ്റോറായി കിട്ടും. പാരൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫൈൻഡ് അൽഗോരിതം ഒക്കെ യൂസ് ചെയ്യുന്നത്. പാരൻറ്റ് കിട്ടി. ഇനി പാരൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റ് രണ്ടും ഒരേ സെറ്റിലാണോ ഉള്ളത് അല്ലെങ്കിൽ വേറെ വേറെ സെറ്റിലുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതിനാദ്യം ഞാൻ യൂണിയൻ ഫംഗ്ഷനെ വിളിക്കുന്നുണ്ട് വിത്ത് എ കണ്ടീഷൻ. ഇഫ് യൂണിയൻ ഓഫ് റോ നമ്പർ കോളം നമ്പർ. ഇഫ് കണ്ടീഷൻ്റെ അകത്താണ് യൂണിയൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് യൂണിയൻ ഓഫ് റോ നമ്പർ കോളം നമ്പർ ഈ ഒരു കൺട്രോൾ നേരെ യൂണിയൻ ഫംഗ്ഷനിലോട്ടായിരിക്കും പോകുന്നത്. യൂണിയൻ ഫംഗ്ഷനിൽ ഞാൻ പാസ് ചെയ്യുന്ന റോ ആൻഡ് കോളം അതിൻ്റെ പാരൻസിനെ ഐ ജെ ആയിട്ടാണ് എടുക്കുന്നത്. ഇഫ് ഐ നോട്ട് ഈക്വൽ ടു ജെ ആണെങ്കിൽ, രണ്ടും ഈക്വൽ ആണെങ്കിൽ രണ്ടും ഒരു സെറ്റിലാണോ ഉള്ളത്, അപ്പോൾ നമുക്ക് അത് എടുക്കാൻ പറ്റത്തില്ല, എടുത്താൽ സൈക്കിൾ ഫോം ആവും. അപ്പോൾ നോട്ട് ഈക്വൽ ടു ജെ ആണെങ്കിൽ ജെയുടെ പാരൻറ്റ് നമ്മൾ ഐ ആക്കി മാറ്റുന്നു, എന്നിട്ട് 1 റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ രണ്ടും ഈക്വൽ ആണോ എന്ന് നോക്കാം. നമ്മൾ ഫൈൻഡ് ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും പാരൻസ് കിട്ടും. രണ്ടിൻ്റെയും പാരൻസ് ഡിഫറെൻ്റ് ആണെങ്കിൽ രണ്ടും വേറെ വേറെ സെറ്റിലാണ് ഉള്ളത്. സോ നമുക്ക് ആ ഒരു എഡ്ജ് ആഡ് ആക്കാം. രണ്ടിൻ്റെയും പാരൻസ് സെയിം ആണെങ്കിൽ അത് രണ്ടും സെയിം സെറ്റിലാണുള്ളത്, അപ്പോൾ നമുക്ക് ആഡ് ആക്കാൻ പാടില്ല. ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് 1 or 0 ആണ്. 1 ആണെങ്കിൽ ട്രൂ, 0 ആണെങ്കിൽ ഫോൾസ്. 1 ആണെങ്കിൽ മാത്രം, ട്രൂ ആണെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു എഫ് കണ്ടീഷനകത്ത് പോവും. ഈ കണ്ടീഷനകത്ത് നമ്മൾ സം പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം എഡ്ജും അതിൻ്റെ കോസ്റ്റും പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സമ്മിൻ്റെ കൂടെ ഇത് കോസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സം കോസ്റ്റ് ഈക്വൽ ടു സം കോസ്റ്റ് പ്ലസ് മിനിമം കോസ്റ്റ്. എന്നിട്ട് ഈ ഒരു കണ്ടീഷൻ കഴിയുമ്പോൾ ഈ ഒരു ഇഫ് കണ്ടീഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ നോക്കിയത് ഐ ജെ അല്ലേ. ഫോർ എക്സാമ്പിൾ എ ഓഫ് 2 1 ആയിരിക്കും നമ്മൾ നോക്കിയത്. എ ഓഫ് 2 1 ആണെങ്കിലും എ ഓഫ് 1 2 ആണെങ്കിലും നമുക്ക് സെയിം റിസൾട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ ചെക്ക് ചെയ്തത് തന്നെ വീണ്ടും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ എ ഓഫ് 2 1നെയും എ ഓഫ് 1 2നെയും 999 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നടക്കുന്നത്. കോസ്റ്റ് മെട്രിക്സ് ഓഫ് H1 H2 ഈക്വൽ ടു കോസ്റ്റ് മെട്രിക്സ് ഓഫ് H2 H1 ഈക്വൽ ടു 999. അങ്ങനെ സെറ്റ് ചെയ്ത് ഇത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഈ വൈൽ കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് കൗണ്ട് വരുന്നത് വരെ ഈ ഒരു വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ് ഇതെല്ലാം എക്സിക്യൂട്ട് ആവും. എന്നിട്ട് ലാസ്റ്റ് ഇതെല്ലാം വൈൽ ലൂപ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ കോസ്റ്റ് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ക്രെസ്കൽസ് അൽഗോരിതം. ക്രെസ്കൽസിൽ ആദ്യം നമ്മൾ അഡ്ജസൻസി മെട്രിക്സ് എടുക്കുമ്പോൾ തന്നെ 0 ആണെങ്കിൽ അതിനെ 999 ആയിട്ട് മാറ്റണം. എന്നിട്ട് ആദ്യം അതിലുള്ള മിനിമം എഡ്ജ് ഏതാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റോ വാല്യൂ ആൻഡ് കോളം വാല്യൂ നമ്മൾ എടുക്കണം. ദെൻ അതിൻ്റെ പാരൻസ് ചെക്ക് ചെയ്യണം. രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് അതിനെ എടുക്കാൻ പറ്റത്തില്ല. ഡിഫറെൻ്റ് ആണെങ്കിൽ രണ്ടിനെയും യൂണിയൻ ചെയ്തിട്ട് അതിനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ആൻഡ് അതിൻ്റെ കോസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് ലാസ്റ്റായിട്ട് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. താങ്ക് യു.